ഹലോ ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ എന്നത്തെയും പോലെ സൺഡേസിലെ കറണ്ട് അഫയേഴ്സ് സെഷൻ ആണ്. ബാക്കിയുള്ള ക്ലാസ്സുകൾ NCERT ക്ലാസ്സുകളും അതുപോലെ നമ്മുടെ ലൈവുകളും ഒക്കെ കൃത്യമായിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും മറ്റും നിങ്ങൾ കമന്റ് സെഷനിൽ അറിയിക്കുക. അതുപോലെ തന്നെ കൃത്യമായിട്ട് ക്ലാസ് മിസ്സാവാതെ കാണാനായി ശ്രമിക്കുക. നമ്മളിപ്പോൾ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പരമാവധി ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എല്ലാവരും അത് പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ടും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ആവാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് 2026 ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് 2026 ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ടിൽ യൂത്ത് എംപ്ലോയബിലിറ്റി പട്ടികയിലാണ് ഉത്തർപ്രദേശിന് ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ കേരളത്തിന് 4ാം സ്ഥാനമാണ് ലഭിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ വനിതാ പ്രൊഫഷണലുകൾക്ക് ജോലി ചെയ്യുന്നതിന് ഏറ്റവും താല്പര്യമുള്ള ആദ്യത്തെ 10 സംസ്ഥാനങ്ങളുടെ പട്ടികയിലും നമ്മുടെ കേരളം ഇടം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ടിലെ യൂത്ത് എംപ്ലോയബിലിറ്റി പട്ടികയിൽ 4ാം സ്ഥാനം നേടിയത് നമ്മുടെ കേരളമാണ്. 2026 റിപ്പോർട്ടാണ്. ഒന്നാം സ്ഥാനം ഉത്തർപ്രദേശിനാണ്. ഓക്കെ, ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് 2026 യൂത്ത് എംപ്ലോയബിലിറ്റി പട്ടികയിൽ ഒന്നാം സ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ അവബോധ പരീക്ഷണശാല ആരംഭിച്ചിട്ടുള്ളത് മദ്രാസ് IITയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ അവബോധ പരീക്ഷണശാലയാണ് മദ്രാസ് IITയിൽ ആരംഭിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ ഭാഷാ വൈവിധ്യത്തെയും ഭാഷാഗ്രഹണ രീതിയെയും കുറിച്ചൊക്കെ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രീയമായി പഠിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു ഭാഷാ അവബോധ പരീക്ഷണശാല ആരംഭിച്ചിട്ടുള്ളത് മദ്രാസ് IITയിലാണ്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഭാഷാ അവബോധ പരീക്ഷണശാലയാണ് മദ്രാസ് IITയിൽ ആരംഭിച്ചിട്ടുള്ളത്. ബംഗ്ലാദേശിലെ ധാക്കയിൽ വെച്ചാണ് 2025 ഏഷ്യൻ ആർച്ചറി ചാമ്പ്യൻഷിപ്പ് നടന്നത്. അതിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യയാണ്. ബംഗ്ലാദേശിലെ ധാക്കയിൽ വെച്ചാണ് 2025 ഏഷ്യൻ ആർച്ചറി ചാമ്പ്യൻഷിപ്പ് നടന്നത്. 2025 ഏഷ്യൻ ആർച്ചറി ചാമ്പ്യൻഷിപ്പ് നടന്നത് ബംഗ്ലാദേശിലെ ധാക്കയിലാണ്. ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ഇന്ത്യ. അടുത്തിടെ ലോക സഹകരണ സാംസ്കാരിക പൈതൃക കേന്ദ്രത്തിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമാണ് ഊരാളുങ്കൽ. ഈ അടുത്തിടെയാണ് ഈ ഒരു പട്ടിക പുതുക്കിയിട്ടുള്ളത്. ലോക സഹകരണ സാംസ്കാരിക പൈതൃക കേന്ദ്രത്തിന്റെ ലിസ്റ്റിൽ കേരളത്തിൽ നിന്ന് ഊരാളുങ്കലും കൂടി ഉൾപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ലോകത്തെ 31 സഹകരണ സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളിലാണ് ഊരാളുങ്കലും ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി അല്ലെ. കേരളത്തിൽ തന്നെ 100 വർഷത്തിലധികം ചരിത്രമുള്ള തൊഴിലാളി സഹകരണ സംഘമാണ്. അപ്പൊ ഇനി അത് ലോക സഹകരണ സാംസ്കാരിക പൈതൃക കേന്ദ്രമായിട്ടായിരിക്കും അറിയപ്പെടുന്നത്. അപ്പൊ ലോക സഹകരണ സാംസ്കാരിക പൈതൃക കേന്ദ്രത്തിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമാണ് ഊരാളുങ്കൽ. ഇതൊന്ന് റിവൈസ് ചെയ്യാം നമുക്ക്. ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് 2026 പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് 2026 യൂത്ത് എംപ്ലോയബിലിറ്റി പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. കേരളത്തിന് 4ാം സ്ഥാനമാണ് ഉള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ അവബോധ പരീക്ഷണശാല ആരംഭിച്ചിട്ടുള്ളത് മദ്രാസ് IITയിലാണ്. ഭാഷാ വൈവിധ്യത്തെയും ഭാഷാഗ്രഹണ രീതിയെയും കുറിച്ചൊക്കെയുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ശാസ്ത്രീയമായ പഠനത്തിന് വേണ്ടിയിട്ടുള്ള പരീക്ഷണശാല ആരംഭിച്ചിട്ടുള്ളത് മദ്രാസ് IITയിലാണ്.
ബംഗ്ലാദേശിലെ ധാക്കയിൽ വെച്ച് 2025 ഏഷ്യൻ ആർച്ചറി ചാമ്പ്യൻഷിപ്പ് നടന്നു. ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ള രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ. അടുത്തിടെ ലോക സഹകരണ സാംസ്കാരിക പൈതൃക കേന്ദ്രത്തിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട കേന്ദ്രം ഊരാളുങ്കൽ ആണ്. അടുത്ത സെറ്റ്. ദേശീയ ജലശക്തി മന്ത്രാലയത്തിന്റെ 6ാമത് ദേശീയ പുരസ്കാരം. ദേശീയ ജലശക്തി മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം 6ാമത് ദേശീയ പുരസ്കാരം നേടിയത് പായം ഗ്രാമപഞ്ചായത്താണ്. കണ്ണൂർ ജില്ലയിലെ പായം ഗ്രാമപഞ്ചായത്താണ്. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ദേശീയ ജലശക്തി മന്ത്രാലയത്തിന്റെ പുരസ്കാരമാണ് ഈ ഒരു ദേശീയ പുരസ്കാരം. 6ാമത് ഈ ഒരു ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പായം ഗ്രാമപഞ്ചായത്തിനാണ്. കണ്ണൂർ ജില്ലയിലെ പായം ഗ്രാമപഞ്ചായത്ത്. ഈ ഗ്രാമപഞ്ചായത്തിന് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് മികച്ച വില്ലേജ് പഞ്ചായത്ത് വിഭാഗത്തിലാണ്. മികച്ച വില്ലേജ് പഞ്ചായത്ത് വിഭാഗത്തിലാണ് പായം ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇനി മികച്ച സംസ്ഥാനങ്ങളുടെ വിഭാഗം നോക്കുകയാണെങ്കിൽ 1ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ്. 1ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ്. 2ാം സ്ഥാനം ഗുജറാത്തിനാണ്. 2ാം സ്ഥാനം ഗുജറാത്തിനും. 3ാം സ്ഥാനം നേടിയിട്ടുള്ളത് ഹരിയാനയുമാണ്. ഇതാണ് മികച്ച സംസ്ഥാനങ്ങൾക്കുള്ള വിഭാഗത്തിൽ 1ാം സ്ഥാനം മഹാരാഷ്ട്ര, 2 ഗുജറാത്ത്, 3ാം സ്ഥാനം ഹരിയാന എന്നിങ്ങനെയാണ് ലഭിച്ചിട്ടുള്ളത്. മികച്ച വില്ലേജ് പഞ്ചായത്തിന്റെ വിഭാഗത്തിലാണ് ഈ ഒരു ദേശീയ പുരസ്കാരം കണ്ണൂർ ജില്ലയിലെ പായം ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ളത്. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദേശീയ ജലശക്തി മന്ത്രാലയത്തിന്റെ 6ാമത് ദേശീയ പുരസ്കാരമാണ് ഇത് ലഭിച്ചത്. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പായം ഗ്രാമപഞ്ചായത്തിനാണ്. 6ാമത് പുരസ്കാരമാണ് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. അടുത്തിടെ ISRO ഗഗൻയാൻ ക്രൂ മൊഡ്യൂളിന്റെ പ്രധാന പാരച്യൂട്ടുകൾ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതെവിടെയാണ്? ഝാൻസിയിൽ വെച്ചാണ്. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ദൗത്യമായിട്ടുള്ള ഗഗൻയാന്റെ ക്രൂ മൊഡ്യൂളിന്റെ ഭാഗമായിട്ടുള്ള പ്രധാന പരീക്ഷണങ്ങളായിരുന്നു പാരച്യൂട്ടുകളിൽ. ഇത്തരത്തിലുള്ള ഒരു നിർണായക പരീക്ഷണം നടത്തി അത് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് നമ്മുടെ ISRO. അത് ഝാൻസിയിൽ വെച്ചായിരുന്നു പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്തിടെ ISRO ഗഗൻയാൻ ക്രൂ മൊഡ്യൂളിന്റെ പ്രധാനപ്പെട്ട പാരച്യൂട്ടുകൾ പരീക്ഷിച്ചത് ഝാൻസിയിലാണ്. ലോകത്തിൽ ആദ്യമായി വിമാനയാത്രകൾക്ക് ഗ്രീൻ ഫ്യൂവൽ ലെവി ലഭിച്ച രാജ്യം. ലോകത്തിൽ തന്നെ ആദ്യമായി വിമാനയാത്രകൾക്ക് ഗ്രീൻ ഫ്യൂവൽ ലെവി ലഭിച്ചിട്ടുള്ള രാജ്യം സിംഗപ്പൂരാണ്. ലോകത്തിൽ ആദ്യമായി വിമാനയാത്രകൾക്ക് ഗ്രീൻ ഫ്യൂവൽ ലെവി ലഭിച്ച രാജ്യം സിംഗപ്പൂരാണ്. ഇന്ത്യൻ വ്യോമസേന ഏത് രാജ്യത്തിന്റെ വ്യോമസേനയോടൊപ്പമാണ് ഗരുഡ 25 എന്ന വ്യോമാഭ്യാസത്തിന്റെ 8ാമത്തെ പതിപ്പിൽ പങ്കെടുക്കുന്നത്? ഇന്ത്യൻ വ്യോമസേന ഗരുഡ 25 എന്ന മറ്റൊരു വ്യോമാഭ്യാസത്തിൽ പങ്കെടുക്കുന്നു. അതിന്റെ 8ാമത് പതിപ്പിൽ പങ്കെടുക്കുന്നു. ഏതാണ് ആ രാജ്യം എന്നാണ് ചോദിച്ചത്. ഫ്രാൻസ് ആണ്. ഇന്ത്യൻ വ്യോമസേനയും ഫ്രാൻസും തമ്മിൽ ചേർന്നാണ് ഗരുഡ 25 എന്ന വ്യോമാഭ്യാസത്തിന്റെ 8ാം പതിപ്പ് നടക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഇന്ത്യയും ഇന്തോനേഷ്യയുമായിട്ടുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഗരുഡ ശക്തി എന്നുള്ളത്. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഗരുഡ ശക്തി. ഇത് ഗരുഡ 25. ഇന്ത്യൻ വ്യോമസേനയും ഫ്രാൻസും തമ്മിലുള്ള വ്യോമാഭ്യാസത്തിന്റെ 8ാമത് പതിപ്പാണ് ഗരുഡ 25 എന്നുള്ളത്. അപ്പൊ ഇത് റിവൈസ് ചെയ്യുമ്പോൾ ദേശീയ ജലശക്തി മന്ത്രാലയത്തിന്റെ 6ാമത് ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ പായം ഗ്രാമപഞ്ചായത്തിനാണ്. അടുത്തിടെ ISRO ഗഗൻയാൻ ക്രൂ മോഡലിന്റെ പ്രധാനപ്പെട്ട പാരച്യൂട്ടുകൾ പരീക്ഷിച്ചത് ഝാൻസിയിലാണ്. ലോകത്തിൽ ആദ്യമായി വിമാനയാത്രകൾക്ക് ഗ്രീൻ ഫ്യൂവൽ ലെവി ലഭിച്ച രാജ്യം സിംഗപ്പൂരാണ്. ഇന്ത്യൻ വ്യോമസേന ഏത് രാജ്യത്തിന്റെ വ്യോമസേനയോടൊപ്പമാണ് ഗരുഡ 25 എന്ന വ്യോമാഭ്യാസത്തിന്റെ 8ാമത് പതിപ്പിൽ പങ്കെടുക്കുന്നത്? ഫ്രാൻസ് ആണ്. അടുത്ത സെറ്റ് ചോദ്യം.
അന്താരാഷ്ട്ര കാലിഗ്രാഫി ഫെസ്റ്റിവലിന് വേദിയായത് അന്താരാഷ്ട്ര കാലിഗ്രാഫി ഫെസ്റ്റിവലിന് വേദിയായത് കൊച്ചിയാണ്. കൊച്ചി 4 ദിവസം നീണ്ടുനിന്ന അന്താരാഷ്ട്ര കാലിഗ്രാഫി ഫെസ്റ്റിവലിനാണ് കൊച്ചി വേദിയായിട്ടുള്ളത്. കച്ചടതബ ഫൗണ്ടേഷനും അതുപോലെ കേരള ലളിതകലാ അക്കാദമിയും ചേർന്നാണ് ഈ ഒരു കാലിഗ്രാഫി ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്താരാഷ്ട്ര കാലിഗ്രാഫി ഫെസ്റ്റിവലിന് വേദിയായത് കൊച്ചിയാണ്. കൊച്ചി അന്താരാഷ്ട്ര കാലിഗ്രാഫി ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ്? കൊച്ചിയാണ്. കൊച്ചി. രാജ്യത്ത് ആദ്യമായി നദിക്കടിയിലൂടെ തുരങ്ക റോഡ് നിർമ്മിക്കുന്നത് ഏത് നദിയിലാണ്? രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് നദിക്കടിയിലൂടെ ഒരു തുരങ്ക പാത നിർമ്മിക്കുന്നത്. അത് ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര നദിയിലാണ്. ബ്രഹ്മപുത്ര നദിയിലാണ്. അസമിലെ പ്രധാനപ്പെട്ട 2 നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു പാത ഒരുക്കുന്നത്. ഓക്കെ, രാജ്യത്ത് ആദ്യമായി നദിക്കടിയിലൂടെയുള്ള തുരങ്കപാത നിർമ്മിക്കുന്നത് ബ്രഹ്മപുത്രയിലാണ്, അസമിലാണ്. രാജ്യത്ത് നടന്ന ബഹുജന പ്രക്ഷോഭം അടിച്ചമർത്തി എന്ന പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ആരാണ്? ഷെയ്ഖ് ഹസീനയാണ്. ഷെയ്ഖ് ഹസീന. രാജ്യത്ത് നടന്ന ബഹുജന പ്രക്ഷോഭം അടിച്ചമർത്തി എന്ന പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രധാനമന്ത്രി, ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് ഹസീന. ഷെയ്ഖ് ഹസീന. സമീപ ദിവസങ്ങളിൽ നിരവധി തവണ പൊട്ടിത്തെറിച്ച് വാർത്തകളിൽ നിറഞ്ഞ സുഗുരാജിമ അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജപ്പാനിലാണ്. ജപ്പാൻ. PSC ഇടയ്ക്ക് ചോദിക്കാറുണ്ട് അടുത്തിടെ ഉള്ള രീതിയിൽ ഈ അഗ്നിപർവ്വതങ്ങൾ PSCയുടെ മറ്റൊരു ഫേവറേറ്റ് ഏരിയ ആണ്. അപ്പോൾ അഗ്നിപർവ്വതങ്ങളെ കുറിച്ചുള്ള പേരുകൾ, ഇത്തരത്തിലുള്ള പേരുകളൊന്നും അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഓർത്തിരിക്കില്ല. അപ്പോൾ ഇവയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ സമീപ ദിവസങ്ങളിൽ നിരവധി തവണ ഈ ഒരു സുഗുരാജിമ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാർത്തകളിൽ ഈ ഒരു അഗ്നിപർവ്വതം ഇടം നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അഗ്നിപർവ്വതം, സുഗുരാജിമ അഗ്നിപർവ്വതം എവിടെ സ്ഥിതി ചെയ്യുന്നു? ജപ്പാനിൽ സ്ഥിതി ചെയ്യുന്നു. ജപ്പാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജപ്പാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സുഗുരാജിമ അഗ്നിപർവ്വതം എന്ന് പറയുന്നത് ടോക്കിയോയിൽ നിന്ന് ഏകദേശം 1000 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായിട്ടാണ് ഈ ഒരു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ജപ്പാനിലെ തന്നെ സജീവമായിട്ടുള്ള അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞ സുഗുരാജിമ അഗ്നിപർവ്വതം. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജപ്പാനിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഇത് റിവൈസ് ചെയ്യാം. അന്താരാഷ്ട്ര കാലിഗ്രാഫി ഫെസ്റ്റിവലിന് വേദിയായത്, അന്താരാഷ്ട്ര കാലിഗ്രാഫി ഫെസ്റ്റിവലിന്റെ വേദി കൊച്ചിയാണ്. രാജ്യത്ത് ആദ്യമായി നദിക്കടിയിലൂടെ തുരങ്ക റോഡ് നിർമ്മിക്കുന്നത് ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര നദിയിലാണ്. ബ്രഹ്മപുത്ര നദിയിലാണ്. രാജ്യത്ത് നടന്ന ബഹുജന പ്രക്ഷോഭം അടിച്ചമർത്തി എന്ന പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയാണ്. ഷെയ്ഖ് ഹസീന. രാജ്യത്ത് നടന്ന ബഹുജന പ്രക്ഷോഭം അടിച്ചമർത്തി എന്ന പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് ഹസീന. സമീപ ദിവസങ്ങളിൽ നിരവധി തവണ പൊട്ടിത്തെറിച്ച് വാർത്തകളിൽ നിറഞ്ഞ സുഗുരാജിമ അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജപ്പാനിലാണ്. ജപ്പാനിൽ സ്ഥിതി ചെയ്യുന്നു. ജപ്പാൻ. അടുത്തത് അണ്ടർ 12 കോമൺവെൽത്ത് ചെസ് കിരീടം നേടിയ മലയാളിയാണ് ദിവി ബിജേഷ്. അണ്ടർ 12 ആണ് കേട്ടോ. അണ്ടർ 12 കോമൺവെൽത്ത് ചെസ് കിരീടം നേടിയ മലയാളിയാണ് ദിവി ബിജേഷ്. കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിന് വേദിയാകുന്ന രാജ്യമാണ് ഇന്ത്യ. കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിന്റെ വേദി ഇന്ത്യയാണ്. കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിന് വേദിയാകുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. കദ്രേമുഖ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. ഇതും ഇപ്പോൾ PSCയുടെ ഒരു ട്രെൻഡാണ്. ഓരോ ദേശീയോദ്യാനം നാഷണൽ പാർക്ക് എന്ന രീതിയിൽ തന്നിട്ട് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ കദ്രേമുഖ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. കർണാടകയിലെ ഒരു പ്രധാനപ്പെട്ട ദേശീയോദ്യാനമാണ് ഈ കദ്രേമുഖ് എന്നത്. കർണാടകയിലെ മറ്റ് ദേശീയോദ്യാനങ്ങളാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബന്ദിപ്പൂർ ദേശീയോദ്യാനം, ബന്നാർഘട്ട ദേശീയോദ്യാനം,
ആൻഷി ദേശീയോദ്യാനം, നാഗർഹോള ദേശീയോദ്യാനം, ഇവയെല്ലാം തന്നെ കർണാടകയിലാണ്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങളുടെ പേര് നദി അടുത്തുണ്ടെങ്കിൽ ആ നദിയുടെ പേര് ആ രീതിയിലൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ കദ്രേമുഖ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. 6000 മീറ്റർ ആഴത്തിൽ ലോകത്തിലെ ഏറ്റവും ആഴമുള്ള ജലാന്തർ പരീക്ഷണശാല നിർമ്മിക്കാൻ പദ്ധതിയിടുന്ന രാജ്യം നമ്മുടെ ഇന്ത്യ തന്നെയാണ്. ഇന്ത്യ 6000 മീറ്റർ ആഴത്തിലാണ്. 6000 മീറ്റർ ആഴത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ആഴമുള്ള ജലാന്തർ പരീക്ഷണശാലയാണ് ഇന്ത്യ നിർമ്മിക്കുന്നതിനായിട്ട് പദ്ധതിയിടുന്നത്. അപ്പോൾ ഇത് ആരാണ്, ഏത് രാജ്യമാണ്? ഇന്ത്യയാണ്. ഇന്ത്യ 6000 മീറ്റർ ആഴത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ആഴമുള്ള ജലാന്തർ പരീക്ഷണശാല നിർമ്മിക്കുന്നതിനായിട്ട് പദ്ധതിയിടുന്ന രാജ്യം ഇന്ത്യ. ഇന്ത്യ നമ്മുടെ ഇന്ത്യയാണ്. അപ്പോൾ ഇത് റിവൈസ് ചെയ്യാം. അണ്ടർ 12 കോമൺവെൽത്ത് ചെസ് കിരീടം നേടിയ മലയാളി ദിവി ബിജേഷ്. കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിന് വേദിയാകുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. കദ്രേമുഖ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് കർണാടക. 6000 മീറ്റർ ആഴത്തിൽ ലോകത്തിലെ ഏറ്റവും ആഴമുള്ള ജലാന്തർ പരീക്ഷണശാല നിർമ്മിക്കാൻ പദ്ധതിയിടുന്ന രാജ്യം ഇന്ത്യയാണ്, നമ്മുടെ ഇന്ത്യ. അടുത്തത്, ഫ്രഞ്ച് സർക്കാരിന്റെ 2025 ഷെവലിയർ ബഹുമതിക്ക് അർഹനായ ഇന്ത്യയിലെ പ്രമുഖ കലാസംവിധായകനാണ് തോട്ടത്തരണി. ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത ബഹുമതികളിൽ ഒന്നാണ് ഈ പറഞ്ഞ ഷെവലിയർ ബഹുമതി. അത് 2025 നേടിയത് ഇന്ത്യൻകാരനായ തോട്ടത്തരണിയാണ്. ഇദ്ദേഹം 100ഓളം സിനിമകൾ ഇപ്പൊ വിവിധ ഭാഷകളിലായിട്ട്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ്, അങ്ങനെ നിരവധി ഭാഷകളിലായിട്ട് 100ഓളം സിനിമകൾക്ക് കലാസംവിധായകനായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് കലാസാഹിത്യ മേഖലകളിലെ മികച്ച സംഭാവനകൾ, ഇദ്ദേഹം നൽകിയിട്ടുള്ള മികച്ച സംഭാവനകളൊക്കെ മാനിച്ചുകൊണ്ടാണ്. ഫ്രാൻസിന്റെ തന്നെ ഉന്നതമായിട്ടുള്ള സാംസ്കാരിക അംഗീകാരങ്ങളിൽ ഒന്നായിട്ടുള്ള ഷെവലിയർ ബഹുമതി ഇദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഇപ്പൊ ഫ്രഞ്ച് സർക്കാരിന്റെ 2025 ഷെവലിയർ ബഹുമതിക്ക് അർഹനായ ഇന്ത്യയിലെ പ്രമുഖ കലാസംവിധായകനാണ് തോട്ടത്തരണി. അടുത്തതൊരു ദൗത്യമാണ്. ആ ദൗത്യം മയക്കുമരുന്ന് കടത്തുന്നത് തടയുക, മയക്കുമരുന്ന് കടത്ത് ശൃംഖലകളെയും നാർക്കോ തീവ്രവാദികളെയും ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ US പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സൈനിക ദൗത്യമുണ്ട്. അതേതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്പറേഷൻ സദേൺ സ്പിയർ ആണ്. ഓപ്പറേഷൻ സദേൺ സ്പിയർ, അതായത് യുഎസിന്റെ അതിർത്തികളിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നത് തടയുക, മയക്കുമരുന്ന് കടത്ത് ശൃംഖലകളെയും നാർക്കോ തീവ്രവാദികളെയും ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് US ഈ ഒരു ദൗത്യം പ്രഖ്യാപിച്ചിട്ടുള്ളത്. US പ്രഖ്യാപിച്ചിട്ടുള്ള സൈനിക ദൗത്യമാണ് ഓപ്പറേഷൻ സദേൺ സ്പിയർ എന്നത്. ഓപ്പറേഷൻ സദേൺ സ്പിയർ. മയക്കുമരുന്ന് US അതിർത്തിയിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നത് തടയുക, മയക്കുമരുന്ന് കടത്ത് ശൃംഖലകളെയും നാർക്കോ തീവ്രവാദികളെയും ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ US പ്രഖ്യാപിച്ച സൈനിക ദൗത്യമാണ് ഓപ്പറേഷൻ സദേൺ സ്പിയർ എന്നത്. ഓപ്പറേഷൻ സദേൺ സ്പിയർ. ഓക്കെ, ഓപ്പറേഷൻ സദേൺ സ്പിയർ. മൂല്യത്തേക്കാൾ ചെലവ് കൂടുന്നു എന്ന കാരണത്താൽ US ഗവൺമെന്റ് ഉൽപാദനം അവസാനിപ്പിച്ച ഒരു നാണയമുണ്ട്. അതാണ് സെന്റ്. ഈ അടുത്തിടെയാണ് US സെന്റ് അല്ലെങ്കിൽ പെന്നി എന്നറിയപ്പെടുന്ന നാണയം ഉൽപ്പാദിപ്പിക്കുന്നത് അവസാനിപ്പിച്ചത്. അതിന് മൂല്യത്തേക്കാൾ അതിന് ചെലവ് കൂടുന്നു എന്ന കാരണം കൊണ്ടാണ് US ഗവൺമെന്റ് ഈ ഒരു സെന്റ് എന്ന നാണയത്തിന്റെ, പെന്നി എന്നറിയപ്പെടുന്ന സെന്റ് എന്ന നാണയത്തിന്റെ ഉൽപാദനം അവസാനിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവസാനിപ്പിച്ചത്. ഇപ്പോൾ മൂല്യത്തേക്കാൾ ചെലവ് കൂടുന്നു എന്ന കാരണത്താൽ US ഗവൺമെന്റ് ഉൽപാദനം അവസാനിപ്പിച്ച നാണയമാണ് സെന്റ്, പെന്നി എന്നറിയപ്പെടുന്ന സെന്റ്. കിഴക്കൻ ലഡാക്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് 13,710 അടി ഉയരത്തിൽ ഇന്ത്യ നിർമ്മിച്ച പുതിയ വ്യോമ
വ്യോമത്താവളം ഏതാണ് എന്നാണ് ചോദ്യം. കിഴക്കൻ ലഡാക്കിലാണ്. ഇതിലെല്ലാ പോയിന്റ് ശ്രദ്ധിക്കണം കേട്ടോ. കിഴക്കൻ ലഡാക്കിലാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 13,710 അടി ഉയരത്തിലാണ് ഇന്ത്യ നിർമ്മിക്കുന്നതാണ് ഈ ഒരു വ്യോമത്താവളം. ഇന്ത്യ അങ്ങനെ നിർമ്മിച്ചിട്ടുള്ള പുതിയ വ്യോമത്താവളത്തിന്റെ പേരാണ് ന്യോമ എന്നത്. ന്യോമ. കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും പുതിയ വ്യോമത്താവളത്തിന്റെ പേരാണ് ന്യോമ. 2025 LPG ഇറക്കുമതി ചെയ്യുന്നതിനായി ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ കരാർ ഒപ്പിട്ടിട്ടുള്ളത്? 2025 LPGയുടെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായിട്ട് ഇന്ത്യ കരാർ ഒപ്പുവെച്ചു. 2025 LPG ഇറക്കുമതി ചെയ്യുന്നതിനായി ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ കരാറിൽ ഒപ്പുവെക്കുന്നത്? അപ്പൊ ഇന്ത്യയും അമേരിക്കയുമായിട്ടാണ് ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. 2025 LPG ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കരാറാണ് ഇന്ത്യയും അമേരിക്കയുമായി ഒപ്പുവെച്ചിട്ടുള്ളത്. അപ്പൊ ഇത് റിവൈസ് ചെയ്യാം. ഫ്രഞ്ച് സർക്കാരിന്റെ 2025 ഷെവലിയർ ബഹുമതിക്ക് അർഹനായ ഇന്ത്യയിലെ പ്രമുഖ കലാസംവിധായകനാണ് തോട്ടത്തരണി. മയക്കുമരുന്ന് കടത്തുന്നത് തടയുക, മയക്കുമരുന്ന് കടത്ത് ശൃംഖലകളെയും നാർക്കോ തീവ്രവാദികളെയും ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ US പ്രഖ്യാപിച്ച സൈനിക ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ സദേൺ സ്പിയർ. മൂല്യത്തെക്കാൾ ചെലവ് കൂടുന്നു എന്ന കാരണത്താൽ US ഗവൺമെന്റ് ഉൽപാദനം അവസാനിപ്പിച്ച നാണയമാണ് സെന്റ്. കിഴക്കൻ ലഡാക്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് 13,710 അടി ഉയരത്തിൽ ഇന്ത്യ നിർമ്മിച്ച പുതിയ വ്യോമത്താവളമാണ് ന്യോമ എന്നത്. 2025 LPG ഇറക്കുമതി ചെയ്യുന്നതിനായി ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ കരാർ ഒപ്പുവെച്ചിട്ടുള്ളത്? അമേരിക്ക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീക്കിലെ കറണ്ട് അഫയേഴ്സ്. സൗണ്ടിന് ചെറുതായിട്ടൊരു ക്രാക്ക് ഉണ്ട്. അപ്പം അധികം നല്ല രീതിയിലൊന്നും സംസാരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പരമാവധി നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക, റിവൈസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.